Death confirmed. I am DSP Chittoor. Actually, total 9 death confirmed. 7 ladies and 1 gents, 1 male child. അങ്ങനെയാണ് പ്രാഥമികമായിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ചിട്ട് 9 പേരാണ് മരിച്ചതെന്നാണ്. ഡീറ്റെയിൽസ് ഇപ്പോൾ ഉണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. പരിക്കേറ്റ 3 പേരെയാണ് പരിക്കേറ്റ 3 പേരെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരാൾ ഇവിടെ ചികിത്സയിലുണ്ട്, ഒരു സ്ത്രീയുടെ. അവർ പ്രശ്നമൊന്നുമില്ല, അവർക്ക് മറ്റു പ്രശ്നമില്ല. കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി അവർ അങ്ങനെ ഗുരുതരമാണെന്ന് പറയാനില്ല. ഓരോ ചെറിയ പരിക്കും മറ്റൊക്കെ ആയിട്ട് കൊണ്ടുപോയി. ഡീറ്റെയിൽസ് ഒന്നും ആ കാര്യങ്ങൾ പ്രാഥമികമായിട്ട് മരിച്ചവരിൽ ഡീറ്റെയിൽസ് ഇപ്പോൾ തരാം. ഞങ്ങളിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചുറ്റും എടുക്കുന്നേ ഉള്ളൂ, തരാം. ഇവിടുത്തെ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള മുതിർന്ന പോലീസ് ഓഫീസർമാരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഉണ്ട്. അവരതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് എന്താണ് ചെയ്യുന്നത്. ഇല്ല, അതിനെ സംബന്ധിച്ച് ഇപ്പോൾ വന്നതല്ലേ അപ്പോൾ അതിനെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ചിറ്റൂരിലെ DYSP ആണ് അല്പസമയം മുൻപ് 7 സ്ത്രീകളും 1 പുരുഷനും 1 കുട്ടിയും അങ്ങനെ 9 പേർ മരിച്ചു. ഡ്രൈവർ ഉൾപ്പെടെ 4 പേർ ചികിത്സയിൽ. അല്ല, 3 പേരെ കോയമ്പത്തൂർക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടി ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ചികിത്സയിലുള്ള പെൺകുട്ടിയുടെ പേരെന്താണ്? 11 വയസ്സ്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ്. എന്തായാലും കേരള പോലീസും പാലക്കാട് നിന്നുള്ള കേരള പോലീസും ഇപ്പോൾ പൊള്ളാച്ചി ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അവരാണ് അല്പസമയം മുൻപ് പ്രതികരിച്ചത്. എന്തായാലും 9 പേരാണ് മരിച്ചത് എന്ന കാര്യം തന്നെയാണ് കേരള പോലീസും വ്യക്തം. ഇപ്പോൾ തരാം, ഞങ്ങൾ തയ്യാറാക്കുന്നുള്ളൂ. ഞാൻ ചിറ്റൂർ DYSP ആണ്. കേരള പോലീസിൻ്റെ ചുമതല എന്നാൾക്ക് ഇവിടെ വന്നതാണ്, ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഇപ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം മരിച്ചവരൊക്കെ മാറ്റിയിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റവരെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് മാറ്റിയിട്ടുണ്ട്. ഒരാൾ ഇവിടെ ചികിത്സയിലുണ്ട്. ഇല്ല, അങ്ങനെ വലിയ കുഴപ്പമുള്ള ആൾക്കാരല്ല. 3-4 പേർക്കും അങ്ങനെ എന്ന് പറയാനായിട്ടില്ല. അവരൊക്കെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് കോയമ്പത്തൂരേക്ക് മാറ്റിയായിരുന്നു. ഇവിടെയുള്ള കുട്ടി നിലവിൽ അപകടനില തരണം ചെയ്തു എന്നാണ് മനസ്സിലായത്. അതെ. ഇവിടെയുള്ള കുട്ടിക്ക് അത്ര പരിക്ക് സീരിയസ് അല്ല. ഇല്ല, അത് അവർ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ജില്ലാ പോലീസ് മേധാവി ഇവിടെ ഉണ്ട്. അതുപോലെ എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. ആളുകളെ മാത്രമാണ് ഇപ്പോൾ കോയമ്പത്തൂരിലേക്ക് മാറ്റി. ഉൾപ്പെടെ 3 പേര്. 3 പേര്. ആ 3 പേരിൽ 2 പേര് സ്ത്രീകളാണ്. സാർ, മൊത്തം വാഹനത്തിൽ എത്ര പേരുണ്ടായിരുന്നു? അല്ല, 3 പേരും പുരുഷന്മാരാണ്. 13 പേര് മാത്രമാണ് മാറ്റിയ 3 പേര് പുരുഷന്മാരാണ്. അതെ, എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു പെൺകുട്ടിയാണ്. അതെ, അവരിവിടെ ഉണ്ട്. 13 പേരുണ്ടായിരുന്നെന്നാണ് മനസ്സിലാക്കുന്നത്. 13 പേരുണ്ടായിരുന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, 9 പേരാണ് മരിച്ചത്. 4 പേരുടെ ഇഞ്ചോർഡായിട്ട്. കൂടുതൽ പേരുണ്ടെന്ന സംശയത്തിലാണ് ഇപ്പോൾ ആ വനത്തിലെ പരിശോധന തുടരുന്നത്. റോഡിലാണ് സംഭവം. 13-ാം വളവ് അവർ തിരിച്ചു വരികയായിരുന്നാണ് മനസ്സിലാക്കിയത്. ആൾക്കാരെ കണ്ട് തിരിച്ചു വരികയായിരുന്നു. അപ്പം 13-ാം വളവെന്ന് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. 9-ാം വളവിലാണ് ആ വണ്ടി വന്ന് നിന്നത്. റോഡിൽ തന്നെയാണ് നിന്നത്, വന്ന് വീണത്. അങ്ങനെയാണ് അപകടം എന്നാണ് മനസ്സിലാക്കിയത്. വൈകുന്നേരം 5:30 മണിക്കൂർ. അതൊന്നും അറിയില്ല, അതിനെപ്പറ്റി ഇല്ല. അത് എനിക്ക് ഡീറ്റെയിൽസ് കയ്യിലുണ്ട്. അത് പിന്നീട് ഷെയർ ചെയ്യാം. എനിക്കറിയാനെ പറ്റി ഡീറ്റെയിൽസ് നോക്കുന്നുള്ളൂ. അറിയില്ല, അത് ഞാനെങ്ങനെ പറയും. ഞാൻ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. ഉണ്ടാവും. ഇവിടെ തന്നെ അതിൻ്റെ സ്ഥലത്തേക്ക് ആൾ പോയിട്ടുണ്ട്. നമ്മുടെ പോലീസും അവിടെ പോയിട്ടുണ്ട്. ഞാനിവിടെ ഈ കാര്യം അന്വേഷിക്കണമെന്ന് പെട്ടെന്ന് നിർദ്ദേശം കിട്ടുന്ന അടിസ്ഥാനത്തിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള DYSP എന്നൊക്കെ വന്നതാണ്. വണ്ടിയുടെ എൻ്റെ പേര് കുട്ടികൃഷ്ണൻ. ശ്യാംലി, എന്തായാലും കേരള പോലീസ് പൊള്ളാച്ചി ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. പ്രാഥമികമായ വിവരങ്ങളെല്ലാം ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും പറയുന്നത് വാഹനത്തിന് ചില തകരാറുകൾ ഉണ്ടായിരുന്നു എന്ന ഒരു കാര്യമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും അതിലെല്ലാം കൃത്യമായ ഓരോ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ചിറ്റൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ പൊള്ളാച്ചി താലൂക്ക് ആശുപത്രിയിൽ എത്തിയിട്ടുള്ളത്. അദ്ദേഹം വ്യക്തമായി പറഞ്ഞത് 9 പേരാണ് മരിച്ചത്. ബാക്കി 4 പേർ, അതായത് ഒരാൾ പൊള്ളാച്ചി താലൂക്ക് ആശുപത്രിയിൽ, ഒരു കുട്ടി ചികിത്സയിലുണ്ട്. ബാക്കി
3 പേരെയാണ് വിദഗ്ധ ചികിത്സക്കായി കോയമ്പത്തൂരിലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത് എന്ന കാര്യമാണ് ചിറ്റൂർ ഡിവൈഎസ്പിയും വ്യക്തമാക്കുന്നത്. എന്തായാലും കേരള പോലീസിന്റെ സംഘവും തമിഴ്നാട്ടിലേക്ക് എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രാഥമികമായ വിവരങ്ങളെല്ലാം തേടുകയാണ്. കൂടാതെ തന്നെ മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കമുള്ള കാര്യങ്ങളുടെ എല്ലാം തീരുമാനം ചിറ്റൂർ പോലീസ് വ്യക്തമാക്കുന്നത് തമിഴ്നാട് പോലീസുമായി ആലോചിച്ചതിന് ശേഷമാണ് അത്തരം കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനം ഉണ്ടാകുകയുള്ളൂ എന്ന കാര്യം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അതിദാരുണമായ സംഭവം തന്നെയാണ് വൈകിട്ട് 5:30 വാൽപ്പാറയിൽ വെച്ച് ഉണ്ടായത്. അതിലാണ് സംഭവ സ്ഥലത്ത് വെച്ച് 7 പേർ മരിച്ചു. അതിനുശേഷം 2 പേരെ പൊള്ളാച്ചി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് മരിച്ചത്. നിലവിൽ 4 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. അതിൽ ഒരാൾ പൊള്ളാച്ചി താലൂക്ക് ആശുപത്രിയിലും ബാക്കി 3 പേർ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലേക്കും വിദഗ്ധ ചികിത്സക്കായി മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഗുരുതരമായ പരിക്കേറ്റവരെയാണ് കോയമ്പത്തൂരിലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് എന്നാണ് നിലവിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം വ്യക്തമാക്കുന്നത്. ശാന്തി. ശരി, സച്ചിൻ വള്ളിക്കാടാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകുന്നത്. കേരള പോലീസിൻ്റെ സംഘവും പൊള്ളാച്ചിയിലെ ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ നൽകുന്ന വിവരങ്ങൾ പ്രകാരം 13 പേരാണ് നിലവിൽ അപകടത്തിൽപ്പെട്ട് അവിടെ എത്തിയിരിക്കുന്നത്. 9 പേരുടെ മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ 7 സ്ത്രീകളും 1 പുരുഷനും 1 കുട്ടിയും എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അവരുടെ പേര് വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അല്പസമയത്തിനകം അത് ലഭ്യമാക്കുമെന്നും പറയുന്നു. 3 പേരെയാണ് വിദഗ്ധ ചികിത്സയ്ക്കായി കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഒരാൾ നിലവിൽ പൊള്ളാച്ചിയിലെ ഈ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. നേരത്തെ അവരുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അവരുടെ എക്സ്റേ എടുക്കുന്നതിനോ മറ്റോ അവരെ മറ്റൊരു ഇടത്തേക്ക് നീക്കുന്നതായി നമ്മൾ കാണുകയുമുണ്ടായി. എന്തായാലും വലിയ അപകടമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ നേരത്തെ മഞ്ഞളാംകുഴി അലി അടക്കമുള്ള അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും 16 പേർ എന്നൊരു കണക്ക് സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ട് ലഭിച്ചതായി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടോ എന്നുള്ളതിൽ നിലവിൽ സ്ഥിരീകരണമില്ല. അങ്ങനെയെങ്കിൽ അവിടെ തിരച്ചിൽ അങ്ങനെയുള്ള ഒരു സംശയത്തിലാണോ പുരോഗമിക്കുന്നത് എന്നും അറിയില്ല. എങ്കിലും നിലവിൽ 13 പേർ, 9 പേർ മരണപ്പെട്ടിരിക്കുന്നു. 4 പേർ ചികിത്സയും തേടിയിട്ടുണ്ട്. അതിൽ 3 പേരെ വിദഗ്ധ ചികിത്സക്കായി കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. അതിൽ അപകടത്തിൽ കുട്ടികളും പെട്ടിട്ടുണ്ട്. 7 സ്ത്രീകളാണ് നിലവിൽ മരണപ്പെട്ടിരിക്കുന്നത്. അവരെല്ലാവരും പാങ്ങുപാറമ്മൽ LP സ്കൂളിലെ അധ്യാപകരാണ്. അവിടെ നിന്നും അവർ വിനോദയാത്രയ്ക്ക് പോയതായിരുന്നു. വിനോദയാത്രയ്ക്ക് പോയതിനു ശേഷം തിരിച്ച് നാട്ടിലേക്ക് മടങ്ങവെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്.